പ്രോബ്ലത്തിൽ ആദ്യം നമ്പർ കണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കുന്നത്. ആ വേരിയബിൾ ഒരു ഇൻഡിജർ വേരിയബിൾ ആണ്. അതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താ? അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് 1 ആണ്. അതിനുശേഷം ഈഫിന്റെ അകത്ത് മൈനസ് നമ്മാണ് ചെക്ക് ചെയ്യുന്നത്. ഈ മൈനസ് നം എന്ന് പറഞ്ഞാൽ പ്രീ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇതിന് പറയുന്ന പേരാണ് പ്രീ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. അതായത് പ്രിഫിക്സ് ആദ്യമാണ് മൈനസ് വരുന്നത്. ഈ മൈനസ് നം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ആദ്യം നം എന്ന വാല്യൂ അപ്ഡേറ്റ് ആവും. അതായത് നം എന്ന വാല്യൂ നം -1, അതായത് നം എന്ന വാല്യൂ അപ്ഡേറ്റ് ആയി. അപ്പോൾ നം എന്ന വാല്യൂ 1 നിന്ന് 0 ആയി. ഇപ്പോൾ ഉള്ള നമ്മിന്റെ വാല്യൂ എന്താണ്? 0. ഈ 0 എന്ന വാല്യൂ ആണ് നമ്മുടെ ആ ഒരു ലൈനിൽ ചെക്ക് ചെയ്യുക. അതായത് ഈഫ് ഓഫ് മൈനസ് നം എന്ന് പറഞ്ഞാൽ ഈഫ് ഓഫ് 0 ആയിരിക്കും ചെക്ക് ചെയ്യുക. അതായത് ആദ്യം ഈ നമ്മിന്റെ ഒറിജിനൽ വാല്യൂ അപ്ഡേറ്റ് ആവും. എന്നിട്ട് അതിനുശേഷം അപ്ഡേറ്റ് ആയ വാല്യൂ ആണ് ഈ പ്രീഡിക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈഫ് ഓഫ് 0 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈഫിന്റെ അകത്ത് 0 ആണെങ്കിൽ അതൊരു ഫോൾസ് കേസ് ആയിരിക്കും. ഈഫിന്റെ അകത്ത് പോസിറ്റീവോ നെഗറ്റീവോ സംഖ്യ വന്നാൽ മാത്രമാണ് അതൊരു ട്രൂ കേസ് ആയിരിക്കും. അപ്പോൾ ഈഫ് കേസ് ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എന്തായിരിക്കും? അതായിരിക്കും പ്രിന്റ് ആവും. എൽസ് പാർട്ടിൽ എന്താ നമ്മൾ എഴുതുന്നത്? എൽസ് പാർട്ട് വിൽ പ്രിന്റ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എൽസ് പാർട്ട് വിൽ പ്രിന്റ് ആയിരിക്കും. അത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈൻ കമ്പനിയിൽ ആ പ്രോഗ്രാം എഴുതുക. അതിനുശേഷം ജസ്റ്റ് ചെക്ക് ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ കിട്ടുന്നത്? എൽസ് പാർട്ട് വിൽ പ്രിന്റ്. നമുക്ക് ഇതേ ചോദ്യത്തിൽ തന്നെ പ്രീ ഡിക്രിമെന്റിന് പകരം പോസ്റ്റ് ഡിക്രിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റ് ഡിക്രിമെന്റ് പറഞ്ഞാൽ നമ്മിന് ശേഷം മൈനസ് അതായത് ആദ്യം വേരിയബിളിന്റെ നെയിം അതിനുശേഷം 2 മൈനസ്. ഇതിന് പറയുന്ന പേരാണ് പോസ്റ്റ് ഡിക്രിമെന്റ്. പോസ്റ്റ് ഡിക്രിമെന്റ് പറഞ്ഞാൽ ആദ്യം ഇപ്പൊ നമ്മുടെ നമ്മിലുള്ള വാല്യൂ കിട്ടാം. നമ്മുടെ നമ്മിലുള്ള വാല്യൂ പറഞ്ഞാൽ 1 ആണ്. നമ്മുടെ നമ്മിലുള്ള വാല്യൂ 1 ആണ്. അപ്പൊ ആദ്യം ഇത് ഈ ഒരു ലൈനിൽ ഇങ്ങനെ ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മിലുള്ള ഇപ്പോഴുള്ള വാല്യൂ ഏതാണ്? ആ വാല്യൂ ചെക്ക് ചെയ്യുക. അതായത് നമ്മിൽ ഇപ്പോഴുള്ള വാല്യൂ 1 ആണ്. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഈഫ് ഓഫ് 1 ആണ് ചെക്ക് ചെയ്യുക. ഈഫ് ഓഫ് 1 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈഫിന്റെ ഉള്ളിൽ പോസിറ്റീവ് കേസാണ്. അതായത് ട്രൂ കേസ് ആണ്. ഒരു പോസിറ്റീവ് നമ്പറാണ് വന്നത്. അപ്പോൾ ഈഫ് കേസ് ട്രൂ ആയത് കാരണം ഈഫിന്റെ അകത്തുള്ള പ്രിന്റ് ചെയ്യും. ഈഫ് പാർട്ട് ഒരു പ്രിന്റ്. അപ്പോൾ ഈ ഒരു ലൈനിന് നമ്മൾ നമ്മിന്റെ വാല്യൂ കൊടുക്കും. അതിനുശേഷം നമ്മുടെ നം വാല്യൂ അപ്ഡേറ്റ് ആവും. അതായത് പോസ്റ്റ് ഡിക്രിമെന്റ് ആണെങ്കിൽ ആദ്യം നമ്മിലുള്ള വാല്യൂ ആണ് ഈ ഒരു ലൈനിൽ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മിന്റെ ഒറിജിനൽ വാല്യൂ എന്താണോ ആ വാല്യൂ മാറിയിട്ട് ഡിക്രിമെന്റ് ആവും. അതായത് നമ്മിന്റെ വാല്യൂ 0 ആയിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മിൽ ആദ്യം ഉണ്ടാകുന്ന വാല്യൂ ആണ് ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ആവുന്നത്. നമ്മുടെ പ്രീ ഡിക്രിമെന്റിലാണെങ്കിൽ ആദ്യം നമ്പറിന്റെ വാല്യൂ അപ്ഡേറ്റ് ആവും. അതായത് ആദ്യം അപ്ഡേറ്റ് ആയ ശേഷം അപ്ഡേറ്റ് ആയ വാല്യൂ ആണ് ആ ഒരു ലൈനിൽ ചെക്ക് ചെയ്യുക. പക്ഷേ പോസ്റ്റ് ഡിക്രിമെന്റ് ആണെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള വാല്യൂ ചെക്ക് ചെയ്യുക. അതായത് നമ്മിന്റെ വാല്യൂ 1 ആണ്, അത് ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ആവും. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്താ ഈ ഒരു പ്രോഗ്രാം ചെയ്തതിനു ശേഷം ജസ്റ്റ് ഓൺലൈൻ കമ്പനിയിൽ റൺ ചെയ്യും. അപ്പോൾ ഇതിൽ കണ്ട ഈഫ് പാർട്ട് വിൽ പ്രിന്റ്. അതായത് ഇവിടെ എന്തായിരിക്കും? ഈഫിന്റെ അകത്ത് 1 ആയിരിക്കും ചെക്ക് ചെയ്യുക. നമ്മുടെ നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിന്റ് എഫ് %d അത് ഇൻഡിജർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് % യൂസ് ചെയ്യുന്നത്. ഈ നമ്പറിന്റെ വേരിയബിൾ നെയിം കൊടുക്കും. അതിനുശേഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കും. ഈഫ് പാർട്ട് വിൽ പ്രിന്റ് അവിടെ സ്ലാഷിന് കൊടുത്തിട്ടില്ല. സ്ലാഷിന് കൊടുത്താൽ ഔട്ട്പുട്ട് ഇട്ട് കാണിക്കും. ഈഫ് പാർട്ട് വിൽ പ്രിന്റ് നം അപ്ഡേറ്റ് 0.